ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണും. KSU, SFI, MSF അവരെല്ലാം ഒന്നിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കോളേജിൽ തടയുകയാണ്. കൊല്ലത്ത് കൃഷ്ണകുമാറിനെ SFIക്കാർ കോളേജിൽ തടയുകയാണ്. തിരുവനന്തപുരത്ത് വി മുരളീധരനെതിരായിട്ടുള്ള ആക്രമണം അവിടെ പല ഘട്ടങ്ങളിലായിട്ട് നടക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് കള്ള ആരോപണങ്ങൾ നിത്യവും ഉന്നയിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെതിരായിട്ട് ചില മാധ്യമങ്ങളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അനിൽ ആന്റണിക്കെതിരായി ഇപ്പോൾ ഒരു പുതിയ കഥയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം ഭാരതീയ ജനതാ പാർട്ടിയെ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഇരു മുന്നണികളും ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണത്. അതുകൊണ്ട് അവരെല്ലാ ഫാസിസ്റ്റ് അക്രമ രീതികളും ഉപയോഗിക്കുകയാണ്. കണ്ണൂരിലാണെങ്കിൽ ബോംബ് നിർമ്മിച്ച് RSS BJP നേതാക്കളെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുകയാണ്. ചർച്ച ചെയ്യപ്പെടുന്നത് കേരള സ്റ്റോറിയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനെ ബദലൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ചർച്ച ചെയ്യുന്നത് കേരള സ്റ്റോറിയാണ്. കേരള സ്റ്റോറിയാണ് റിയൽ സ്റ്റോറി. IS റിക്രൂട്ട്മെൻറ്റ് നടന്നതിന് എത്രയോ തെളിവുകളുണ്ട്. കൗമാരക്കാരായ പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റിയിട്ടുണ്ട്, പൊന്നാനിയിൽ കൊണ്ടുപോയിട്ടുണ്ട്, സിറിയയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. എത്രയോ രക്ഷിതാക്കൾ ഇന്നും നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ വന്നിരുന്ന് അവരുടെ മക്കളെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് വിലപിക്കുന്നത് നാം കാണുന്നുണ്ട്. യഥാർത്ഥ സ്റ്റോറിയാണ് കേരള സ്റ്റോറി. ഇന്നലെ നടന്നതാണ്, ഇന്ന് നടക്കുന്നതാണ്, നാളെയും അത് നടക്കും. അതിനുള്ള ചില ജാഗ്രതയാണ് സഭകളും ഇടവകളിലും ഇപ്പോൾ കാണുന്നത്. അതിന് വല്ലാതെ അങ്ങ് പരിഭ്രമിച്ചിട്ട് കാര്യമില്ല. കേരള സ്റ്റോറി നടന്ന സ്റ്റോറിയാണ്, ഇപ്പോൾ നടക്കുന്ന സ്റ്റോറിയാണ്, ഭാവിയിൽ നടക്കുമെന്ന് ഉറപ്പുള്ള സ്റ്റോറിയാണ്. കാരണം കേരളത്തിൽ LDFും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേരള സ്റ്റോറി റിയൽ സ്റ്റോറിയാണെന്നും കേരളത്തിൽ അത്തരം സംഭവങ്ങൾ നടക്കുകയും നടന്നുകൊണ്ടിരുന്നുവെന്നും നാളെ അത് നടക്കുമെന്നും ആണ്, അതിനെതിരെയുള്ള ജാഗ്രതയാണ് രൂപതകൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ ബി.ജെ.പിയും എൻ.ഡി.എയും ബോധപൂർവം ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് ഇടത് വലത് മുന്നണികളുടെ ആശങ്ക കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ.